നീലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച വാർത്താപത്രം ശ്രദ്ധേയമാകുന്നു. സ്കൂൾ മലയാളം വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പത്രങ്ങൾ നിർമ്മിച്ചത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന വാർത്തകളും മറ്റു വിശേഷങ്ങളും സത്യസന്ധമായി അറിയാനുള്ള പ്രധാന മാർഗമാണ് പത്രവായന. അതുകൊണ്ട് തന്നെ പ്രിന്റ് മീഡിയയ്ക്കുള്ള പ്രചാരണം ഇനിയും ഒട്ടും കുറഞ്ഞിട്ടുമില്ല. ഏറെ പ്രചാരമുള്ള 20ഓളം മലയാള പത്രങ്ങൾ ഇന്ന് നിലവിലുണ്ട്. നാട്ടിലെമ്പാടുമുള്ള വാർത്തകൾ കണ്ടെത്തുകയും അത് ശേഖരിച്ച് വായനക്കാരിലേക്ക് എത്തിക്കുകയുമെന്നത് ഏറെ ശ്രമകരമാണ്. ഇത്തരത്തിൽ തങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന പ്രധാന സംഭവങ്ങളും വിശേഷങ്ങളും അതിൻ്റെ പ്രാധാന്യമനുസരിച്ച് വാർത്തയാക്കി വിദ്യാർത്ഥികൾക്ക് പുതിയ പാഠം നൽകുകയാണ് മുക്കം നഗരസഭയിലെ നീലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂളിലെ 80ഓളം വിദ്യാർത്ഥികളാണ് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. ഓരോ ദിവസവും അവരവരുടെ ഊഴമനുസരിച്ച് ഓരോ വിദ്യാർത്ഥിയായിരിക്കും വാർത്തകൾ തയ്യാറാക്കുന്നത്. വാർത്തകൾ എഴുതുന്നതും കോളം റെഡിയാക്കുന്നതും പേജ് തയ്യാറാക്കുന്നതുമെല്ലാം വിദ്യാർത്ഥികൾ തന്നെയാണ്. ഇത് ചെറിയ ക്ലാസ് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പത്രവാർത്ത തയ്യാറാക്കുന്നത്. ഇത് വർഷങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. അതുമാത്രമല്ല, ഈ ക്ലാസ് മുറികളിൽ നടക്കുന്ന അല്ലെങ്കിൽ വിദ്യാലയത്തിൽ നടക്കുന്ന ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പിറ്റേ ദിവസം വാർത്തയായിട്ട് വരികയും അത് മറ്റു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ ഒരു പാഠഭാഗമാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയുമായി മലയാളം വിഭാഗം അധ്യാപകൻ ഷാഫി കോട്ടോയിലും ഒപ്പം തന്നെയുണ്ട്. പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള ഈ പത്രനിർമ്മാണം വിദ്യാർത്ഥികൾക്കും നല്ല അനുഭവമാണ്. സാധാരണ പത്രം ഇറക്കുന്നവരാണ് ഞങ്ങൾ സ്കൂളിൽ പത്രം ഇറക്കുന്നത്. തലേ ദിവസമുള്ള വാർത്തകൾ ശേഖരിച്ച് സ്കൂളിൽ നടത്തുന്ന എല്ലാ വാർത്തകളും ചെയ്യാറുണ്ട്. CTV പ്രാദേശിക വാർത്ത മുക്കം.